ഇതെവിടെ പോയി കിടക്കണേ ഇവൻ? എത്ര നേരമായി കാത്തിരുന്നു. ഒരു ഉത്തരവാദിത്വം വേണ്ടേ? എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഷെയർ കൊടുക്കുമ്പോൾ അടുത്ത് കാശുണ്ട, അപ്പോൾ ഇത്തിരിയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അവൻ സാധനമായിട്ട് വരും. ദാ വന്നല്ല മച്ചാനെ, ഇവിടെ എല്ലാം സെറ്റാണല്ലോ മച്ചാനെ. സൂപ്പർ അറേഞ്ച്മെന്റ്സ് അല്ലേ മോനെ? എവിടെ സാധനം? എവിടെ? 1/2 ലിറ്റർ ഉള്ളത് എന്തിനു കൊള്ളാം? നമുക്ക് 3 പേരില്ലടാ അവിടെ. കോഴി മേടിക്കാൻ തന്ന പൈസക്ക് ഞാനിത് മേടിച്ചു കൊണ്ടുവന്നപ്പോ നിനക്കൊക്കെ പുച്ഛം. ഞാനിത് ഒറ്റക്കടിച്ചോളാം. അങ്ങനെ കൊണ്ടുപോലെ മുതലാളി, ഇവിടെ വെയ്. എത്രമാത്രം അടികൂടിയിട്ടാ ഈ സാധനം ഒപ്പിച്ചെന്ന് രാജേട്ടന് അറിയാമോ? അപ്പൊ മുതലാളിക്ക് വീട്ടിലേക്ക് കോഴി മേടിച്ചു കൊടുക്കണ്ടേ? അതിന്റെ ഐഡിയ അനുസരിച്ചാ നമുക്ക് ബിജുവിനെ വിളിക്കാം. അപ്പൊ കോഴിയായി സ്മോളുമായി. എടാ, ആ ട്രാവൽ ഡേയ്സിലെ പിള്ളേരെ പറ്റിക്കണ പോലെ 1/2 ലിറ്റർ മേടിക്കുക, എല്ലാവരെയും കൂട്ടി പറ്റിക്കണ പോലെ നമ്മളെ പറ്റിക്കണ്ട. ആകെ 1/2 ലിറ്ററേ ഉള്ളൂ. അത് ഇനി ആരെ വിളിച്ചു കൂട്ടി തീർക്കാനൊന്നും പറ്റുമൊന്നുമില്ല. ആ കോഴി ബിജുവിനെ വിളിച്ചു പിന്നെ എവിടെ നിന്ന് സാധനം കൊടുക്കും? രാജേട്ടാ, അവന് ചെറുതൊരെണ്ണം മതി. ചെറുതൊരെണ്ണം അടിച്ചാലല്ല, കുത്തി മാന്തി മറക്കി അവിടെ നിന്നോളൂ. കോഴിയുടെ സ്വഭാവമല്ലേ? അത് കറക്റ്റാണ് ട്ടാ. ഓ എന്തൊരു തണുപ്പാണ്. നമുക്ക് ഈ ഇവിടെ കിടക്കുന്ന ചവറൊക്കെ അങ്ങോട്ട് കൂടിയിട്ട് കത്തിച്ചാലോ? ഓ എടാ മോനെ, ആവശ്യമില്ലാത്ത പണിക്ക് നിക്കല്ലേ. ഇത് ചാത്തൻ സേവയുള്ള സ്ഥലമാണ് കേട്ടാ. അടിപൊളി സ്ഥലമുള്ള രാജേട്ടാ ഇത്. പൊളിയല്ലേടാ മോനെ? നല്ല കിടിലൻ ആംബുലൻസ് ആണല്ലേ? ആംബുലൻസോ? അല്ലടാ, മറ്റേ ആംബുലൻസ്. ഓ ആംബുലൻസ്. ആ അത് തന്നെ. എന്താ രാജേട്ടാ നമ്മളിത് ഇവിടെ കൂടുന്നത്? നമ്മുടെ മട്ടക്ലബിൽ കൂടിയാ പോരായിരുന്നോ? ക്ലബ്ബ് മതിയായിരുന്നു. ഓരോരുത്തർ പാടി മടുത്തു. അങ്ങനെ പറയില്ല രാജി, അവരൊക്കെ നന്നായിട്ട് പാടണുണ്ടല്ലോ. അതൊക്കെ ശരിയാ, പാടിയത് തന്നെ പാടിക്കൊണ്ടേയിരിക്കുന്നു. മൊത്തത്തിൽ വെറുപ്പിക്കല. ദേ ഇവിടെ നോക്കൂ, എന്ത് ഹരിതാവും, എന്ത് ഭംഗി, ആ ഇളം കാറ്റ്, എന്താ സുഖം. അനുചേട്ടാ, ഒന്ന് തിരിഞ്ഞു നോക്കിയത്. ഈ പുറയിലിരിക്കുന്ന സാധനം എന്താന്ന് മനസ്സിലായാ? ഇത് നമ്മുടെ കണ്ണൻ ഭാഷയുടെ പ്രതിമയല്ലേ? കുന്തോണ്. അനുചേട്ടാ, ഇത് ചാത്തനാട്ടാ, ചാത്തൻ. അങ്ങനെ ചാത്തനാണെന്ന് എനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു രാജേട്ടാ. അങ്ങനെ ഊശാളി ചാടിയും ജുബയും പിന്നെ ഒരു ലുക്കും അങ്ങനെ ചാത്ത തന്നെയാണ്. അതെന്തെങ്കിലും ആട്ടെ, നമുക്കടിക്കാം. അയ്യോ, ഇതിൽ ഒഴിച്ചു വെച്ച സാധനം ഇവിടെ. അത് ശരി. അപ്പൊ ചേഴ്സ് അടിക്കുന്നതിന് മുമ്പ് തന്നെ അഞ്ചേട്ടൻ അടിച്ചു തീർത്താ? അയ്യോ, ഞാൻ അടിച്ചിട്ടില്ല. എന്റെ രാജിയാണ് സത്യം. അല്ലട പടേ, അതെന്റെ സ്വന്തം ഭാര്യയെ പറ്റി പറഞ്ഞ എന്റെ തല പൊട്ടി കളിച്ചാണ് കൊണ്ടാറോട്. ചേട്ടൻ ഒന്ന് ഊതിയേ. ശരിയാണ്ട, അഞ്ചേട്ടൻ കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലടാ ഇവിടെ ചാത്തനുണ്ടെന്ന്. കുഴപ്പമുള്ളൂ, നമുക്കൊരു വിട്ടു പോയാലോ? എന്റെ പൊന്നച്ചേട്ടാ, ഈ ചാത്തിനും നമുക്കൊരു വിഷയമല്ല. നമ്മ വേണ്ടി വന്ന ജപ്പാനെ കൊണ്ടുവരും. ജപ്പാനാ. ആരാണ് ജപ്പാൻ? ജപ്പാൻ അറിയില്ലേ അനുചേട്ടാ? നമ്മുടെ രാജപ്പൻ. എന്റെ പൊന്നെ, നമ്മുടെ അമ്പലത്തിലെ എല്ലാമാണ്. നല്ല മുണ്ടും കാട്ടും ഒരു വെള്ള തോർത്തും തോളത്തിട്ടാണ് പാഞ്ഞ് വെട്ടുപൂള് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പായണ കാണാം. ഞാനില്ലെങ്കിൽ കയറി പൂജിക്കും, ആനപ്പുറത്താണ് ഈ ചാടി കയറി കളിക്കും, പിന്നെ മരുന്നക്കിറക്കല്, അമ്പലം മടിച്ചു പോരല്, അങ്ങനെ ആയപ്പം മതി മോനെ. ആ എന്നാ പിന്നെ ജപ്പാനെ വിളിക്ക്. ജപ്പാനേ 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 വന്ന് കേറിയപ്പോ തന്നെ എന്നെ താൻ ആവശ്യമോടെ പറഞ്ഞ നീ. അയ്യോ രാജേട്ട്, ഞാൻ അതല്ല പറഞ്ഞത്, താളിയോല ഗ്രന്ഥം. ഇതെവിടെ നിന്ന് കിട്ടിയതാടാ? ഇതാ വന്ന വഴി അവിടെ കിടന്ന് കിട്ടിയതാ. ഇത് 18ാം ഗ്രന്ഥമാണല്ലോ. എന്ന് വെച്ചാൽ ചാത്തന്മാരെ പ്രത്യക്ഷപ്പെടുത്താനുള്ള പ്രത്യേക മന്ത്രങ്ങളുള്ള ഗ്രന്ഥമാണിത്. ഇത് കാണാണ്ടായിട്ട് കുറേ നാളുകളായിട്ടാ. പിന്നെ എന്ത് തള്ളാരായിച്ചേട്ടാ അത്. നോക്കടാ, ഒന്ന് വായിച്ചു നോക്കണ പടകളെ. ഇതില് മന്ത്രമൊന്നും കാണുന്നില്ല,
1-ാം ക്ലാസ്സിലൊരു പദ്യം പോലെ തോന്നുന്നു. വായിക്ക്. ചാത്താ ചാത്താ നീ വരുമോ, കള്ളും കോഴിയും തന്നിടാം, കള്ളും കോഴിയും പോരെങ്കിൽ എല്ലും കപ്പയും തന്നിടാം, അയ്യോ ചാത്താ പറ്റിച്ചേ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഇന്ന് ഈ കുന്തു തന്നെ താമസിപ്പിച്ചില്ല, കറക്റ്റ് സമയത്ത് തന്നെ എത്തിച്ചു. ആരാ മനസ്സിലായില്ല? ചാത്തൻ. ചാച്ചനോ? നീ ആ വത്സൻ ചേട്ടൻ നാടകം എഴുതുന്ന വത്സൻ ചേട്ടൻ മോനല്ലടാ. 2 കൊമ്പും വെച്ച് ഇവിടെ ഒന്നും നമുക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചത്. അയ്യോ, ഞാൻ ശരിക്കും ചാത്തനാണ്, കുട്ടിച്ചാത്തൻ. ആഹാ, കുട്ടിച്ചാത്രാണോ? അതിന് നിങ്ങളെ ആരും ഇങ്ങോട്ടൊന്നും വിളിപ്പിച്ചില്ല. മന്ത്രം ചൊല്ലിയില്ലേ, മന്ത്രം. ഇതാണ് മന്ത്രം. അതെ, ഈ മന്ത്രം ചൊല്ലിയാൽ ചാത്തൻ അവിടെ പ്രത്യക്ഷപ്പെടണമെന്നാണ്. ഓ, അങ്ങനെ പ്രത്യക്ഷപ്പെട്ടതാണോ? അങ്ങനെ പ്രത്യക്ഷപ്പെട്ടതാണ്. എന്റെ ശരിക്കുള്ള പേരെന്താണെന്ന് അറിയാമോ? എന്ത് കുന്തോടാ? ചാത്തൻ ബായ്. ആ ചാത്ത ബംഗാളിയാണ്. അതെ ചേട്ടന്മാരെ, എന്നെ പണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മുതലാളി ബോംബെയിൽ ചേരി ഒഴിപ്പിക്കാൻ കൊണ്ടതാണ്. അവിടുന്ന് നാട്ടുകാരെ കൂടി എന്നെ പഞ്ഞിക്ക് ഇട്ട് ഒരു പേരും തന്ന്, ചാത്തൻ ബായ്. അല്ല ചാത്തമ്പായി, ഈ കഴുത്തിൽ എന്താ കിടക്കണത്? എടുത്താൽ ഇതുപോലെ എന്നെ മന്ത്രം ചൊല്ലി വിളിച്ചവരാണ് ഈ കിടക്കുന്നവരെല്ലാം തന്നെ. നിങ്ങൾക്ക് കിടക്കാനുള്ള സ്ഥലമുണ്ട്. സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കിൽ എന്റെ മാലയിലെ മുത്തുമണികളാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോണം. രാജേട്ടാ, ഇത് പ്രശ്നമൊന്നും ആകെ ഇടങ്ങേറ് സാധനം ഇത്. നമുക്ക് ബ്രാഞ്ചിനെ വിളിക്കാട്ടാ. വിണ്ണിൽ നിന്നു മണ്ണിതിൽ പിറന്ന പുണ്യ തേജസേ, ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. എന്റെ ദൈവമേ, അമ്മേ നാരായണ എടുക്കണട്ടാ. എന്ത് ചെയ്യൂനി? ജപ്പാനെ, സാധനത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിപ്പിച്ചതാടാ. ഹലോ, പെങ്ങളല്ലേ? ഞാൻ ദാ വരുന്നു. ചെറിയൊരു കാര്യം കേട്ടാ, ഇപ്പൊ തന്നെ പോയിട്ട് വരേ. ഇപ്പൊ വരാം. അവൻ മുങ്ങിയല്ലേ, എപ്പ നമുക്കൊരു ആവശ്യം വന്നാലും അവന് പെങ്ങൾക്കൊരു ആവശ്യം ഉണ്ടാവും. അവൻ ആ വഴി മുങ്ങും. ഏതായാലും വിളിച്ചതല്ലേ. അദൃശ്യനായിട്ട് ഒരെണ്ണം അടിച്ചു. ഇനി പിന്നെ ഞാൻ രൂപമില്ലാത്ത സമയത്ത് എനിക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം, ഞാൻ ഫിറ്റാകില്ല. പക്ഷേ രൂപമുള്ള സമയത്ത് ഒറ്റ പെഗിൽ ഞാൻ ഫിറ്റാകും. എന്നാൽ ഈ കാണിക്കണേ കൂടെ തെണ്ടിത്തരല്ലേ? എന്ത് തെണ്ടിത്തരം? ഈ ചെക്കൻ വീട്ടിലേക്ക് ചിക്കൻ മേടിക്കാൻ തന്ന കാശ് കൊണ്ടാണ് നമ്മ ഈ ഒരു ചെറുത് മേടിച്ചത്. അതിൽ നിന്ന് മണുകൂടാ പടാപടാ നടിക്കാൻ നാണമില്ലട ചാത്ത നിനക്ക്. അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സാധനം കൂടി മേടിച്ചു തരണം. എന്ത് സാധനം? ഫുള്ള്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ അടിമയാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ സാധിച്ചു തരും. ചുമ്മാ ഡയലോഗ്. എടാ ചാത്ത, ഞങ്ങൾ പറഞ്ഞ നീ എന്തും കേൾക്കൂടാ. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എന്തും കേൾക്കും. എടാ പറയടാ പറയടാ. എന്നൊരു സാധനം റെഡിയാക്കി രാജേട്ടാ. എടാ ചാത്ത, ഒരു ഫുള്ള് താഴെയാത്ത. ഒരു ലിറ്റർ ആയിക്കോട്ടെ, ലിറ്റർ. ലിറ്റർ തന്നെ പോരട്ടെ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും. ഇനി മാറ്റൂല്ലല്ലോ. ഇല്ല. എന്നാൽ കണ്ണടച്ചോളൂ. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ 1.5 ലിറ്റർ ഞാനിതിപ്പോ വരുത്താൻ പോവുകയാണ്. ജിംബു ജബാ. ശക്തിയൊന്നുമില്ലട്ടാ. നമ്മുടെ ജബയുടെ കാര്യമാണ്. ജബയാണെ കാലൊടിഞ്ഞ് അവിടെ കിടക്കണം. ജബയുടെ ശിഷ്യൻ തന്നെ ഒന്നും വന്നില്ല. എടാ ചാത്ത, സാധനം ചെയ്യാത്ത. പിന്നെ ചുമ്മാ വേഷം കെട്ടി ചെറുതടിക്കാൻ വന്നേ പേര് ചാത്തൻ. എന്റെ പൊന്ന് മോനെ ചാത്ത, ചുളിവില് മോളിക്കാൻ വന്നേക്കണല്ലേ, ആ പൈസ വെച്ചിട്ട് പോയോ?
എനിക്ക് ശക്തിയില്ലെന്നോ? എന്നെ പരിഹസിക്കുകയാണല്ലേ? ഉള്ള കാര്യം ഞാൻ അങ്ങ് പറയാം. എടാ, സംസാരിക്കുമ്പോൾ വിവരവും ബോധത്തോടെ സംസാരിക്കണം. ചാത്തനെന്താ ഭീഷണിപ്പെടുത്തണോ? എടാ, ഇന്ന് 1-ാം തീയതിയല്ലേ? ബിവറേജും ബാറും ഉണ്ടോ? ഓ അത് ശരി. അതെന്താ നിങ്ങൾ ആലോചിക്കാത്തത്? ചുമ്മാ ഞാൻ എന്നെ തന്നെ കൂടെ സംശയിച്ചു. ഓ അത് ശരിയാണല്ലേ. അപ്പൊ ഇവന് 1-ാം തീയതി സാധനം എവിടെ നിന്ന് കിട്ടി? എന്റെ പൊന്നടിച്ചേട്ടാ, ഞാനത് ഇന്നലെ തന്നെ വാങ്ങി വെച്ചതാ. എനിക്ക് ഇന്നലെ പോയി മേടിക്കാൻ പറ്റില്ലല്ലോ. എന്നാലൊരു കാര്യം ചെയ്യാം, നമ്മുടെ കാലസുതിയുടെ ഉണ്ടാവൂല സ്റ്റോക്ക്. പക്ഷെ നമ്മൾ ചോദിച്ചത് പുള്ളി തരില്ല. ചാത്ത, നീ പോയി ചോദിക്കും. ഞാനോ? പിന്നെ അല്ലാണ്ട് ചാത്ത പോയി കൊണ്ടുവരണം. നിന്റെ കാലിൽ കുരുവൊന്നുമില്ലല്ലോ, നിനക്ക് പോയി മേടിച്ചാൽ എന്താ? ഞങ്ങൾ പോയി തരില്ലെന്നേ. ശരി ശരി, നിങ്ങൾക്ക് സാധനം മതിയില്ലേ? എന്റെ ശക്തി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം, അത്രയേ ഉള്ളൂ. കാലൻ എന്തോ? കാലൻ സുധി. കാലൻ സുധി ജിംബു ജബ. അടിപൊളി തകർത്ത്. ഇത് മുത്ത് ഒറിജിനൽ ചാത്തനാട്ടാ. പക്ഷേട്ടല്ല, ഈ സാധനം ചാത്തനാളിയാ. എടാ, എന്റെ പേരെന്താണ്? ചാത്തൻ. അല്ലാതെ ജാൻസൺ എന്നല്ലല്ലോ. ജാനു എന്ന് വിളിക്കുമ്പോൾ ജേഡി കൊണ്ടു തരാൻ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഓരോന്ന് അടിക്കാം. ഓ എന്റെ പൊന്നു ചാത്ത. സംഭവം സൂപ്പറായി. പക്ഷെ ടച്ചിങ്സ് വല്ലതും കിട്ടാൻ സാധ്യതയുണ്ടാ? ആടാ, എന്റെ കൊച്ചച്ഛൻ ഹൈവേയിൽ തട്ടുകട നടത്തുന്നുണ്ട്, ഞാൻ വിളിച്ചു പറയാം. എഴുന്നേറ്റ് പോടാ. അടി വച്ചാനെ, അടി 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 അടി. നല്ല മൂടാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ചാത്തനൊരു പാട്ടങ്ങോട്ട് പാട്. നീ എന്താ പറഞ്ഞത്? അല്ല, ഒരു പാട്ട് പാടിയാൽ നന്നായിരുന്നു. ആ പരിപാടിയൊന്നും നടക്കത്തില്ല. നീയൊക്കെ കുറച്ചു മുമ്പ് പാട്ട് പാടിയവരെ കുറിച്ചൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു. നിനക്കൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചു, ഞാൻ നടത്തി തരാം. അത് ശരി, ഏതാഗ്രഹവും സാധിച്ചു തരുമോ? ഏതാഗ്രഹവും സാധിച്ചു തരും. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ആഗ്രഹമുണ്ട് ചാത്ത. അമേരിക്കയിലൊന്ന് പോകണം, ഒരു മദാമയായിട്ട് ഒന്ന് കറങ്ങണം, അവരായിട്ടൊന്ന് ബീച്ചിലൊക്കെ പോകണം. മനസ്സിലായല്ലോ ചാത്തന്? നിസാരപ്പെട്ട ആഗ്രഹമൊന്നും അല്ലല്ലോ. വിസയുണ്ടോ നിന്റെ കയ്യിൽ? ഇല്ല. പാസ്പോർട്ട്? അതുമില്ല. പിന്നെ എങ്ങനെയാണ് അമേരിക്കക്ക് പോകുക? ബ്ലഡി ഫൂൾ. അവന്റെ ഒരു ആഗ്രഹമല്ലേ ചാത്ത, ഒന്ന് നടത്തി കൊടുക്ക് ചാത്ത. ശരി, ഇതൊന്നും ചാത്തൻ അറിയേണ്ട കാര്യമില്ല. അങ്ങനെയാണ് നിന്റെ ആഗ്രഹമെങ്കിൽ യു ഗോ ടു അമേരിക്ക. മുന്നേ അമേരിക്കക്ക് പോയാ? അവൻ അമേരിക്കയിലെത്തി. അവനിപ്പോ അമേരിക്കയിൽ മദാമയുമായി ഉല്ലസിക്കുകയായിരിക്കും. എന്നാലും അവനൊരു വാക്കുപോലും പറയാതെ ഈ ട്രാവൽസിലെ പിള്ളേരെ അനാഥമാക്കിട്ട് പോയിക്കളഞ്ഞ. എന്റെ പൊന്നെ, അവനിനി എന്ത് ചെയ്യും? പാവച്ചേട്ടോ പോയടാ, പടി വിട്ടുപോയി. അതെ അളിയ. ആരാണ് നിന്റെ അളിയൻ? അല്ല ചാത്ത, ഏതായാലും അമേരിക്കക്ക് അവനെ വിട്ടില്ലേ. എനിക്കൊരു ആഗ്രഹമുണ്ട്. നിന്റെ ആവുമ്പോൾ അത് ആഗ്രഹമാവില്ല, അത്യാഗ്രഹമായിരിക്കും. എന്തായാലും പറഞ്ഞോളൂ. എനിക്ക് ലണ്ടനിലൊന്ന് പോയാൽ കൊള്ളാം. എനിക്ക് അവിടെ ചെന്നിട്ട് പബ്ബിൽ കയറി ഒന്ന് അടിച്ച് പൊളിക്കണം. എടാ, ഇവിടെ ഇഷ്ടം പോലെ സാധനം കിട്ടുമല്ലോ, പിന്നെ എന്തിനാടാ നീ അവിടെ പോയി അടിക്കുന്നത്? ഇവിടെ ഒരു കൂട്ടായിട്ട് അങ്ങോട്ട് അടിച്ചാൽ പോരെ. നമ്മുടെ പിള്ളേരൊക്കെ അവിടെ ചെന്ന് അടിച്ച് പൊളിക്കണം കാണുമ്പോൾ എനിക്കൊരു ആഗ്രഹം. അതെനിക്കൊന്ന് അനുഭവിക്കണം. ആ, എന്തായാലും ചാത്ത നിന്റെ ആഗ്രഹം നിരാകരിക്കുന്നില്ല. യു ടു ഗോ ടു UK. എന്റെ ദൈവമേ, 2 കൂട്ടുകാരും പോയി. ഒരാൾ അമേരിക്കയിൽ മദാമ്മകളെ കൂടി അർമാദിക്കണം, ഒരാൾ UK പോയിട്ട് മക്കളെ കൂടി കുത്തി പറയണം. എന്റെ പൊന്നെ, ഞാനിവിടെ ഏകൻ. അടിപൊളി. നിനക്കിനി എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ കുന്തത്തിലേക്ക് കയറ്. എവിടെയെന്ന് വെച്ചാൽ ലക്ഷ്യം സെറ്റ് ചെയ്ത് വിട്ടാൽ മതി. എൻ്റെ പൊന്ന് ചാത്ത, എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഞാനൊരു സാധാരണക്കാരൻ. നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ആ ക്ലബ്ബിൽ പോയി ചീട്ടൊക്കെ കളിച്ച് 2 അടിച്ച് പാട്ടൊക്കെ പാടി
ഒരു വാളൊക്കെ വെച്ച് ആഹാ അപ്പൊ ഞാൻ പാടുമ്പോ കൂടെ പാടാനും പാടാനും ഞാൻ വാള് വെക്കുമ്പോൾ എൻ്റെ പുറന്തടകിത്തരാനും ആഹാ എനിക്കെൻ്റെ 2 കൂട്ടുകാരെ ആഹാ അവരെ എനിക്ക് തിരിച്ചു വേണം. അത്രേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. എനിക്ക് നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നീ ഒരു നാടൻ മനുഷ്യനാണ്, അധികം ആഗ്രഹങ്ങളൊന്നുമില്ലാത്ത ഒരു പാവം മനുഷ്യൻ. ഓക്കെ, അപ്പോൾ നിൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ തന്നെ സാധിക്കട്ടെ. തഥാസ്തു. അടിപൊളിയാ, സൂപ്പർ. ചാത്തൻ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഞാൻ അമേരിക്കയിൽ ചെന്ന മാതാമേട്ടൊന്ന് ബീച്ചിൽ 2 ഡാൻസ് കളിച്ചിട്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര മോശമായി പോയിട്ടാ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഞാൻ UK പോയി ആ പബ്ബിൽ കയറി 2 എണ്ണമൊക്കെ അടിച്ച് നിൽക്കുമ്പോഴാണ് എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്. എന്ത് കാര്യമാണ് ചാത്തോ? എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതൊന്നും ഞാൻ ചെയ്തതല്ല. പിന്നെ ഇതെല്ലാം നിൻ്റെയൊക്കെ കൂട്ടുകാരൻ്റെ ആഗ്രഹമാണ്. നിങ്ങൾ 2 പേരും അവൻ്റെ അടുത്ത് വേണമെന്നാണ് അവൻ്റെ ആഗ്രഹം. ഞാൻ സാധിച്ചു കൊടുത്തു, അത്രയേ ഉള്ളൂ. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ് നമ്മളെ പോലെ തലക്ക് വെളിയില്ലാത്ത ഒരു ചങ്കിനെ കൂട്ടായി കിട്ടുക എന്ന് പറയുന്നത്. കറക്റ്റ്.